ഹായ്, നമസ്കാരം. നമ്മുടെ അനുമോൾ ആൻഡ് നെവിൻ. അനുമോൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ഏ അതേപോലെ തന്നെ നെവിൻ അതിൻ്റെ അകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവരെ കുറിച്ചിട്ട്? വളരെ ജെന്യൂൻ ആയിട്ട് പറയൂ, വളരെ ജെന്യൂൻ ആയിട്ട് പറയൂ. ആരുടെയും അന്ധം ഫാൻസ് ആയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കാതെ ജെന്യൂൻ ആയിട്ട് ഷോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മനസ്സ് തട്ടി പറയാൻ ശ്രമിക്കൂ. എനിക്ക് ഈ രണ്ടുപേരെ കുറിച്ചിട്ടും കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. നമ്മൾ പക്ഷാഭേദം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലോ. കാരണം ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള ആരും നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരോ ഒന്നും അല്ലല്ലോ. ഏ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ശത്രുക്കളും അല്ല അതിന്റെ അകത്തുള്ള ആരും. സോ എപ്പിസോഡുകൾ കാണുക, ലൈവ് കാണുക, നമുക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് പറയുക, തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറയുക, അവിടെ വിട്ട് കളയുക. അതാണ് അതിന്റെ ഒരു രീതി. അല്ലാതെ ഇത് തലേ ചുമന്നുകൊണ്ട് പേഴ്സണലി എടുക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മണ്ടത്തരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഫാൻസുകാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുക, തെറി വിളിക്കുക, വെറുതെ ടൈം വേസ്റ്റ് ആണ്, എനർജി വേസ്റ്റ് ആണ്. അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഷോയും കഴിഞ്ഞ പൈസയും വാങ്ങി ഇറങ്ങിപ്പോവും. ഇവിടെ കമന്റ് സെക്ഷനിൽ അടിപിടി കൂടുക, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തെറിയും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് 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 ബെനിഫിറ്റാ ഉള്ളത്? പണിയെടുക്കുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, അതല്ലാതെ കടിപിടി കൂടുന്ന ആൾക്കാർക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുക? ഒരു കാര്യമില്ല. എനർജി വേസ്റ്റ്, ടൈം വേസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇവിടെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെയും എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് എങ്കിലും ഉണ്ട്, അല്ലാത്ത ആൾക്കാർക്ക് എന്തുണ്ട്? ഒന്നുമില്ല. സോ ഇത് മനസ്സിലാക്കുക കേട്ടോ. ഇത് ഞാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം. പേഴ്സണലി എടുക്കാതെ ഷോ കാണുക, വിട്ട് കളയുക, അതാണ് അതിന്റെ ഒരു രീതി. ടോക്സിക് ആവേണ്ട യാതൊരു കാര്യമില്ല. ഉം ഉം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിന്റെ അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ടാസ്കുകളും വരും. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ വരും, ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്കുകളൊക്കെ വരും. ഈ ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്കുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് പോവുകയാണ് നല്ലത്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് എന്നെ തുടരുത്, പിടിക്കരുത്, ഉന്തരുത് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല. അതൊരുമാതിരി ശോകമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പിന്നെ അനുമോള് ആ കാണിച്ച പരിപാടിയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇപ്പോ അക്ബർ, അനുമോള് മുമ്പിൽ നിൽക്കുന്നു ആ പാവ ടാസ്കില്, പുറകില് അക്ബർ നിൽക്കുന്നുണ്ട്. അക്ബറിന് അത്യാവശ്യം നല്ല ഹൈറ്റും ബോഡിയും ഒക്കെ ഉണ്ട്. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾക്ക് അത്രയൊക്കെ ആക്ച്വലി ഇല്ല. അത് റിയാലിറ്റിയാണ്, ആയിക്കോട്ടെ. പക്ഷെ അക്ബർ ആണെങ്കിൽ അവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് ആ ടാസ്ക് പെർഫോം ചെയ്യണം, അനുമോൾക്ക് ടാസ്ക് പെർഫോം ചെയ്യണം. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിന്റെ അകത്ത് ചെയ്യാനുള്ളൂ. ഇപ്പൊ ഇതിൽ അക്ബർ പുറകെ നിന്നിട്ട് ഈ എത്തി വലിഞ്ഞെടുക്കാനും പിടിക്കാനും ഒക്കെ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്താ പറയാ, മേലിൽ തട്ടും അല്ലെങ്കിൽ ഉമ്മറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ഫീലും ഒക്കെ ആക്ച്വലി തോന്നും. അതൊന്നും ഞാൻ ഇല്ല എന്നോ അല്ലെങ്കിൽ അനുമോൾക്ക് തോന്നാൻ പാടില്ല എന്നൊന്നല്ല പറയണത്, തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ എന്താ പറയാ, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറയുക എന്നൊക്കെ പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. ടാസ്ക് ആണ്, ഫിസിക്കൽ ടാസ്ക് ആണ്. അത് നോക്കൂ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടും തള്ളും പിച്ചും മാന്തും എല്ലാം കിട്ടും, എല്ലാം കിട്ടും. ഇതിൽ അക്ബറിനെ കുറിച്ചിട്ട് അനുമോൾ എന്താണ് പറഞ്ഞത്? മറ്റേ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന പോലെ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ ആക്ച്വലി അറിയില്ല. ബട്ട് ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു റോങ് ആയിട്ടുള്ള പരിപാടിയായി പോയി. എന്തിനാണ് ഇത്തരത്തിലുള്ള വേണ്ടാത്ത വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കുന്നത്? അല്ല, സീരിയസ്ലി എനിക്ക് അറിയാൻ മേലതുകൊണ്ട് ചോദിക്കണം. ഞാൻ അനുമോളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കണം. മുമ്പ് വിമർശിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നല്ലത് കണ്ട നല്ലത് പറയും, വിമർശിക്കേണ്ടി വന്നാൽ ഇനിയും വിമർശിക്കും. അപ്പോ നല്ലത് പറയുമ്പോൾ വെൽസെഡും, വിമർശിക്കുന്ന സമയത്ത് വന്നിട്ട് നമ്മളെ തെറിവിളിക്കാനൊക്കെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും നിലപാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായ? നമ്മൾ നമ്മുടെ നിലപാടാണ് പറയണേ. അങ്ങനത്തെ എനിക്ക് പൊതുവെ താല്പര്യമില്ല. അങ്ങനെയുള്ള പരിപാടികൾ അനുമോൾ ചെയ്യുന്നതിനോട്, അനുമോൾ എന്നല്ല ആര് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് അയാൾ കളിക്കട്ടെ, അയാൾക്ക് എന്താ കളിക്കണ്ടേ? ഇനിയിപ്പോ അത് മനഃപൂർവ്വം തള്ളിയതാണ് എന്ന് തന്നെ ആക്ച്വലി ഇരിക്കട്ടെ. മനഃപൂർവ്വം തള്ളി തിരിച്ചും അങ്ങോട്ട് തള്ളുക, തിരിച്ചും അങ്ങോട്ട് ഇതാക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട്. ഇവിടെ വെർബലി ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കണേക്കാട്ടിലും എത്രയോ ഭേദമാണ് ഇങ്ങോട്ട് തരുന്നത് തിരിച്ച് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ബസ്സിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയാം, ശോകമാണ്. സീരിയസ്ലി ഈ അക്ബറിന്റെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. കഷ്ടം, സങ്കടം തോന്നും. കാര്യം പല കാര്യത്തിലും എനിക്ക് വിയോജിപ്പുണ്ട് പുള്ളിയുടെ അടുത്ത്. ബട്ട് ഞാൻ ഒരു കാര്യത്തില് പുള്ളിയുടെ കാര്യം പറയണത്, ആദ്യം തൊട്ടേ മറ്റേ അനുമോള് അക്ബറിന്റെ നോട്ടം കണ്ട പേടിയാവും എന്നുള്ളൊരു ഡയലോഗ് അടിച്ചു. അക്ബറിന് അവിടെയും ഒരു സാധനം കിട്ടി. പിന്നെ ഷാനവാസ് ഗിസേലിന്റെ അടുത്ത് പറഞ്ഞു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളൊരു ഐറ്റം, അവിടെയും അക്ബറിന് കിട്ടി.
ഇപ്പൊ അതാ വീണ്ടും ഈ ഒരു ടാസ്ക് വന്ന സമയത്ത്, ഫിസിക്കൽ ടാസ്ക് വന്ന സമയത്ത് എന്താ പറയുക, ബസ്സിൽ നിൽക്കുന്ന പോലെ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഡയലോഗ് അതും അക്ബറിന് കിട്ടി. അക്ബറിന് ഇത്തരത്തിലുള്ള സംഗതികൾ കിട്ടാനാണ് യോഗം തോന്നുന്നു അതിന്റെ അകത്ത് പോയിട്ട്. അപ്പൊ ഞാൻ ആ സെൻസിലാണ് പറഞ്ഞത് അക്ബറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്ത് കഷ്ടം തോന്നുന്നു. കാരണം കിട്ടുന്ന അലിഗേഷൻ മൊത്തം ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ അലിഗേഷൻസ് ആണ്. ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫിസിക്കൽ ടാസ്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലയോ എന്നെ തൊട്ട, എന്നെ പിടിച്ച, അല്ലെങ്കിൽ എന്താ പറയാ എന്നെ ഉന്തിയേ പിച്ചേ മാന്തിയേ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ, അത് ആര് പറയുകയാണെങ്കിലും, അത് അനുമോള് പറയുകയാണെങ്കിലും, അതിൻ്റെ അകത്ത് ഏത് കണ്ടസ്റ്റന്റ് പറയുകയാണെന്നുണ്ടെങ്കിലും, ഈവൺ അനീഷ് ആയിക്കോട്ടെ ആരാണെങ്കിലും അതിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ പറയണ്ടെന്നുണ്ടെങ്കിൽ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇവിടെ എന്താണ് സ്ത്രീയാണെന്നുള്ള പരിഗണന തന്നില്ല എന്നൊക്കെയാണ് ആക്ച്വലി ഇവിടെ അനുമോള് പറയുന്നത്. എന്തിനാണ് ഈ കാർഡ് കൊണ്ടുവന്നിട്ടിടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ എന്തിനാണ് ഈ കാർഡ് കൊണ്ടുവന്നിടുന്നത്? വിമൻ കാർഡ് എന്തിനാണ് കൊണ്ടുവന്നിടുന്നത്? ആസ് എ പ്രേക്ഷകൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഷോന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വിമൻ കാർഡ്, ഏജ് കാർഡ് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. അതിൻ്റെ അകത്ത് തുല്യരാ എല്ലാവർക്കും ഒരേ ടാസ്ക് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമമാണ്. അപ്പോ അതിൻ്റെ അകത്ത് ആ രീതിയിലേ പരിഗണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു എന്താണ് പറയാ, മെയിൽ കണ്ടസ്റ്റന്റ് എങ്ങനെ അതിൻ്റെ അകത്ത് ടാസ്ക് കളിക്കും? ഫിസിക്കൽ ടാസ്ക് വന്ന് എങ്ങനെ കളിക്കും? അയ്യോ എന്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണാണേ, അയ്യോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന ആളാണേ, ഇവരെ ഉന്തി കഴിഞ്ഞ ഇവരിങ്ങനെ പറയോ, ഇങ്ങനത്തെ സംഗതികൾ പറയോ എന്ന് പേടിച്ച് പിന്മാറേണ്ടി വരില്ലേ? അപ്പൊ ഞാൻ ഈ സാഹചര്യത്തെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഈ വിമൻ കാർഡ് അല്ലെങ്കിൽ എന്നെ ഉന്തി വിച്ചി നുള്ളി എന്നുള്ളൊരു ഐറ്റം കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് അവരും സ്വയം തരം താഴുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഗെയിം കളിക്കാൻ തോന്നാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സീസൺ 1 അകത്ത് മറ്റേ ഒരു കണ്ടസ്റ്റന്റ്, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അവര് എന്തൊക്കെയോ സംഗതികളൊക്കെ മറ്റേ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച സമയത്ത് സാബുമാൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ട്. അതിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കും. അപ്പൊ അവിടെ കയറിയിട്ട് മോശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയാളേനെ അവിടെ ടാസ്ക് കളിക്കാൻ വേണ്ടി വന്നതാണ്. ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത് ഞാൻ ആ സീസണത്തെ ആ ടാസ്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്താണ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് കളഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളൊരു സാധനം വരണ സമയത്ത് ഒളിപ്പിച്ച് വെക്കുമ്പോൾ പെണ്ണുങ്ങൾ ഡ്രസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പൊ സാബുമാൻ അന്ന് അതാണ് പറഞ്ഞത്, അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്ത് വന്ന് എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് പേടിച്ചിട്ട് ഉള്ളിന്ന് പുറത്തേക്ക് തന്നെ എടുത്ത് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് അവിടെ കാർഡിറക്കാൻ വേണ്ടി നോക്കിയതാണ്, അവിടെ സാബുമാന്റെ മുമ്പിൽ അത് ചെലവായില്ല. അത് വേറെ ടാസ്ക്, ഇത് വേറെ ടാസ്ക്. ഞാൻ ജസ്റ്റ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത്തരത്തിലുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. അല്ലാണ്ട് ആ സമയത്ത് അത് ഇതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഇവിടെ അനുമോളുടെ മൂക്കിനൊരു ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഇടി കിട്ടി അനുമോൾക്ക് വേദന എടുത്തിട്ടുണ്ടാവും. ഈവൻ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ ഇടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന വരും, ഒക്കെ ചെയ്യും, മനസ്സിലായില്ല? അതിൽ നമ്മൾ സങ്കടം വരും, കരയും, നമ്മൾ ചിലപ്പോൾ ഇടിച്ച ആളെ ഷൗട്ട് ചെയ്യാനും ബഹളം വെക്കാനും ഒക്കെ ആക്ച്വലി പോവും. പക്ഷെ അവിടെ പരമാവധി നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ കാർഡ്സ് ഇറക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അനുമോൾ തിരിച്ചും നെവിനെ കടിക്കുകയോ പിടിക്കുകയോ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടൊക്കെ ഉണ്ട്. തിരിച്ചും ഓക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഫിസിക്കൽ ടാസ്ക് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലായി പോവും ഒബ്വിയസ്ലി, അല്ലെ? അറിഞ്ഞോ അറിയാതെ ഒക്കെ സംഭവിക്കാം. അപ്പൊ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ആ രീതിയിൽ അങ്ങ് കൊടുക്കുക നിവൃത്തിയുള്ളൂ. എത്രയോ ഭേദമല്ലേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും എത്രയോ ഭേദമാണ് കിട്ടിയത് തിരിച്ച് കൊടുക്കുന്ന സമയത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മിയൊക്കെ കയറി വരുന്നുണ്ട്. ലക്ഷ്മിയുടെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലായിടത്തും കയറി പിടിക്കുന്നുണ്ട് വള്ളി. എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഞാൻ ഇതിൻ്റെ അകത്തുണ്ട്, ഞാനും എല്ലാ വിഷയത്തിലും കയറി ഇടപെടുന്നുണ്ടെന്ന്. പിന്നെ 4 അഭിപ്രായം അങ്ങ് പറഞ്ഞേക്കാം, ആൾക്കാർ ഞാൻ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു എല്ലാത്തിലും കയറി. ഇപ്പൊ ഈ അടുത്തായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അവർ എല്ലാത്തിലും കയറി ഇടപെട്ടിട്ട് വല്ലാതെ കയറിയിട്ട് അഭിപ്രായം ആക്ച്വലി പറയുന്നുണ്ട്. അത് ഓർഗാനിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ മറ്റെന്താണ് തട്ടിപ്പുറത്തെടുക്കാൻ പാടില്ല എത്തിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിന്റെ എന്തോ വലിച്ചൂരി എടുക്കുന്ന സംഗതിയൊക്കെ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? ഒന്നാമത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് ഫെയർ ഗെയിം, എത്തിക്സ് എന്നുള്ള ഐറ്റം ഒന്നും ഇല്ല. ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇവരുടെ ഒന്നല്ല. ഇതിന്റെ ഏത് സീസണിലാണെങ്കിലും ഏത് കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്നും അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നുമില്ല. കാരണം നിങ്ങൾ എത്തിക്സ് വിട്ടോ, അൺഫെയർ ആയിട്ട് കളിച്ചോ, നിങ്ങൾ കളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആക്ച്വലി പറയുന്നത്. അപ്പൊ കൂടുതൽ അങ്ങനെയുള്ള ഡയലോഗ് ഒന്നും ഇവിടെ ഇതിന്റെ അകത്ത് ആരും അടിക്കേണ്ട കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ആദില അക്ബറിന്റെ
ഡോളും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിലോ ആദിലേനെ ചീത്തയൊക്കെ വിളിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ആക്കാം, എത്തിക്സ് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെ ഇല്ല. കാരണം ആ ടാസ്ക് ലെറ്ററിൽ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സൂക്ഷിക്കേണ്ട കടമയും കൂടി ഉണ്ടെന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോ സൂക്ഷിക്കണമെന്നും അക്ബർ കരഞ്ഞു വരുന്നിട്ട്, കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അല്ല, വിഷമം മനസ്സിലായി, എല്ലാം കൂടിയും പോയതിന്റെ ഒരു കരച്ചിലായിരിക്കാം. ആ, പക്ഷെ കരഞ്ഞിട്ട് എന്താ കാര്യം? അത് സൂക്ഷിക്കണം. പോയി, ദാറ്റ്സ് ഇറ്റ്. അവർ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അതിലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എത്തിക്സിന്റെ രീതി, ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് വേണമെങ്കിൽ അത് ഇത് ശരിയായില്ല കേട്ടോ, അയ്യേ നാണം കെട്ട പരിപാടിയായി പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എൻഡ് ഓഫ് ദ ഡേ ദിസ് എ ഗെയിം. സോ ഇതിന്റെ അകത്ത് ഇതെല്ലാം സംഭവിക്കാം, ഒളിപ്പിച്ചു വെക്കും, എല്ലാം ചെയ്യും. അപ്പോ അത് ചെയ്തു എന്നുള്ള രീതിയിലെ എനിക്ക് ആദ്യം ചെയ്ത പ്രവർത്തിനെ എനിക്ക് ഉള്ളൂ. പിന്നെ അനീഷ് ഇന്നലെ മറ്റേ ഇനി ഞാൻ ഷാനവാസം മറ്റേ ടാസ്ക് റദ്ദാക്കി അണ്ണൻ അവിടെ ഒരു നിക്കൽ നിന്നു. അത് ഡ്രാമയാണോ എന്താണെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല. അണ്ണൻ അവിടെ നിക്കൽ നിന്നു. അപ്പൊ അക്ബർ അപ്പുറത്തിരുന്നിട്ട് പറയുണ്ടായിരുന്നു, എന്തൊരു അഭിനയമാണെന്നൊക്കെ പറഞ്ഞ അണ്ണ ഒരേ അടി. പിന്നെ അക്ബറിന്റെ സാധനം അടിച്ചക്കം മാറ്റി മൂഞ്ചിയപ്പോ അക്ബറിന് സങ്കടം വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ വെച്ചാ, ഓരോ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യും, ഏത് സാഹചര്യത്തിൽ നിന്നും പറയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. അപ്പൊ കയറിയിട്ട് ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്ത് കളയരുത്. അത് അക്ബർ അത് ജഡ്ജ് ചെയ്ത് കളഞ്ഞു അനീഷിനെ. പിന്നാണെന്നുണ്ടെങ്കിലും മൂപ്പർക്ക് ഇട്ട് കാര്യമായിട്ട് കിട്ടിയപ്പോ സങ്കടം വന്നിരിക്കണു. അപ്പൊ നമുക്കും വേണമെങ്കിൽ പറയാം, ടാസ്ക് ഇടാ മുത്തേ, ടാസ്ക് അല്ലേ, ടാസ്കിന്റെ രീതിയിൽ അങ്ങ് കണ്ടാൽ മതി. ചിലപ്പോൾ അടിച്ചു മാറ്റും, ചിലപ്പോൾ അടിച്ചു മാറ്റില്ല. അതായത് അവനവന്റെ കടമയാണ് സൂക്ഷിക്കേണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് ചിന്തിച്ചിട്ട് ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ട് കട്ടാക്കി നിൽക്കുക. എന്തേ അക്ബറിന് നിൽക്കാൻ പറ്റിയില്ലല്ലോ? അക്ബർ കഷ്ടപ്പെട്ട് അവിടെ സാധനം എടുത്ത് അത് കളഞ്ഞു പോയ സമയത്ത്, അതായത് സൂക്ഷിക്കാതിരുന്ന സമയത്ത് കയ്യിൽ നിന്ന് അങ്ങ് പോയപ്പോ അതങ്ങ് ലോസായി സങ്കടം വന്നു എന്നുള്ളതാണ് അക്ബറിന്റെ കേസിൽ പറ്റിയത്. $4 ആര്യനെടുത്ത് കൊടുക്കുകയും ചെയ്തു. അത് എന്തിനു കൊടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറെ ഒരു ഒരു പരിപാടി. ഈ അക്ബറിന്റെ സംഭവം ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, അക്ബറിനെ എനിക്ക് ഇഷ്ടമാണ്. നല്ല കണ്ടസ്റ്റന്റ് ആണ് പുള്ളി. പക്ഷെ നല്ല പൊട്ടൻഷ്യലും ഉണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റന്റാ. പക്ഷെ ഈ ചെങ്ങാതി അങ്ങോട്ട് കേറി വരുന്നില്ലെന്നേ, അതാണ് എന്താ കേറി വരാത്തെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ചുമ്മാ ഈ ആര്യൻ നെവിൻ ഇവരുടെയൊക്കെ ഒരു ഗ്യാങ്ങിൽ പോയി പെട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുക. അവര് പിടിക്കുന്ന ഒരു വള്ളിയുണ്ട്, അവര് പിടിക്കുന്ന വള്ളി അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ ഇങ്ങേര് വന്ന അഭിപ്രായം പറയുന്ന ലെവലിലേക്ക് ചുരുങ്ങി പോകുന്ന പോലെയായി. അങ്ങനെയല്ലല്ലോ അക്ബർ ആവേണ്ടത്. അക്ബറിന് നല്ല കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പുള്ളി എക്സ്പ്ലോർ ചെയ്യാതെ ഇപ്പൊ നിൽക്കുന്ന ഒരു രീതിയോട് എനിക്ക് താല്പര്യം ആക്ച്വലി ഇല്ല. അത് ഞാൻ നല്ലൊരു സെൻസിലാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ ത്രാണിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിന്ന് പോണ്ടേ. പുള്ളിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പുള്ളിനെ പിന്നോട്ട് വലിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭാര്യ പോലും വന്നിട്ട് പറഞ്ഞ എന്താണ്, കേറി വരണം, ബാഗിലിരിക്കുന്ന പരിപാടി നിർത്തണം, കേറി വന്ന് കളിക്ക്, ഇനിയും പറ്റും എന്നല്ലേ ഭാര്യ വന്ന് പറഞ്ഞു. ഭാര്യ പോലും പറയണം, ഞാൻ പറയണതല്ല, ഭാര്യ പോലും വന്നിട്ട് പറഞ്ഞതാ. അപ്പൊ അക്ബറിന് പറ്റും. പക്ഷെ അക്ബർ എന്തോ പിന്നാക്കം വലിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും. ഇത്ര നാളായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ആ ഒരു ഹൗസ് മനുഷ്യനെ സൈക്കോളജിക്കലായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കേസാണ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ബാക്കോട്ടൊക്കെ പോകുന്നത്. ബട്ട് സ്റ്റിൽ എന്തായാലും കയറി വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഇന്ന് രാത്രി എന്താ പൊന്നോ, നെവിനും എന്താ പറയാ അനുമോളും തമ്മിൽ വല്ലാത്തൊരു അടി. ആ അടി എന്ന് പറഞ്ഞാൽ ഒരു നിലവാരമില്ലാത്ത അടിയായി പോയി. ഞാൻ ആസ് എ പ്രേക്ഷകൻ എന്റെ കാര്യം പറയട്ടെ, ഞാനിപ്പോ ഈ വീഡിയോന്റെ അകത്ത് ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നുണ്ടെങ്കിലും ഞാൻ അധികം നെഗറ്റിവിറ്റിനെ അങ്ങോട്ട് എടുക്കുന്ന ഒരാളല്ല. എനിക്ക് ഒരു പരദൂഷണം പറയുന്ന ആൾക്കാരുടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അൺകൾച്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം രണ്ടുപേര് തമ്മിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടീം തമ്മിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ അത് കണ്ടു നിൽക്കേണ്ടി വരിക, അത് കേട്ട് നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എനിക്കിതൊക്കെ കണ്ട് പൂർത്തീകരിക്കാൻ തന്നെ കുറച്ച് പ്രയാസമുള്ള മനുഷ്യനാണ്. സീരിയസ്ലി, ഞാൻ വെറുതെ പറയണല്ലേ. ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എന്തോ ഇത് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നില്ല, എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് തോന്നണേ. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, മിനിഞ്ഞാന്നൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിലും രാത്രി നടന്ന അട്ടി എനിക്ക് പണ്ടാരും ഇത് ഇന്നെങ്കിലും വീഡിയോ ചെയ്യണമല്ലോ എന്നൊരു തോന്നൽ വന്നിട്ട് ഞാൻ അത് കണ്ടു തീർത്തതാ. എനിക്ക് പറ്റുന്നില്ലെന്നേ, എന്തൊരു നെഗറ്റിവിറ്റിയാ. ഇവിടെ ആദ്യം എനിക്ക് അനുമോളുടെ കേസിൽ പറയാനുള്ളത്, അതിൻ്റെ അത് ഒരുത്തന് അവിടെ കുക്കിങ്ങും പിക്കിങ്ങും ഒന്നും അറിയില്ല. ഒറ്റ ഒരുത്തനവിടെ, ഒറ്റ ഒരുതിക്ക് അവിടെ കുക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി
അറിയത്തില്ല. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും അറിയാത്ത ആൾക്കാരാണ് അതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത്. അവിടെ കുക്കിംഗ് അറിയുന്ന അനുമോളാണ്. ഇവിടെ അനുമോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അനുമോൾ എന്തിനാണ് ഈ കിച്ചണിൽ കയറിയിട്ട് കണ്ണു കണ്ട ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ അതിൽ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്തിനാ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഉണ്ടാക്കണം നല്ല കാര്യം, പക്ഷെ ഈ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇവര് തന്നെ വള്ളി പിടിക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് അക്ബറിനും ആര്യനും വിഷ്ണു പറഞ്ഞു പറഞ്ഞ ആൾക്കാരാണേ, അനുമോൾ അവിടെ നിന്ന് എണീച്ച് ഉണ്ടാക്കാന്നുള്ള മൂഡില് കിച്ചണിലേക്ക് അങ്ങ് കയറിപ്പോയി. ഒന്നാമത്തെ കാര്യം, അനുമോൾ എന്തിനാ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോയി? ഹ്യൂമാനിറ്റി വിട്, ഷോ ആണ്. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയും നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. ഷാനവാസല്ലേ കിച്ചൺ ക്യാപ്റ്റൻ, അയാൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് പണി വരാൻ സാധ്യതയുണ്ട്, ഇത് പറഞ്ഞിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കില്ലേ? പറയണം, എന്താ ഇവർക്ക് വിൽക്കണമെന്ന് പറയണു, ഞാൻ എന്താ ചെയ്യട്ടെ, ഞാൻ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു സംഭവം ചോദിച്ച് അപ്രൂവൽ വാങ്ങിയതിന് ശേഷം പോയാൽ പിന്നെയും കുഴപ്പമില്ല. ഇതല്ലാതെ ഇവർക്ക് വിൽക്കണം എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് കയറിയിട്ട് ഉണ്ടാക്കാം മുട്ട കോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പോയി. അവസാനം അവിടെ നിന്ന് എന്താണ്, എന്തോ ഒരു മാവ ഗീമ എന്തോ ഒരു സാധനം അവിടെ നിന്ന് എടുത്തൂലേ, എന്തോ ഒരു സാധനം ആക്ച്വലി എടുത്തു. അവസാനം ഉണ്ടാക്കൽ അവിടെ ആരംഭിച്ചു. അതിനുശേഷം പിന്നെ എന്താ പറയാ, കയറി വന്ന് വലിയ വഴക്കായി, നെവിനൊക്കെ വന്ന് വലിയ സീനായി. ആ സമയത്ത് എന്താ പറയാ, ഈ അക്ബറും ആര്യനൊക്കെ മെല്ലെ പ്ലേറ്റ് മാറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അക്ബറും ആര്യനൊക്കെയാണ് വിഷ്ണു പറഞ്ഞ ടീമുകള്, അവര് മെല്ലെ പ്ലേറ്റ് മാറ്റി. അവരവിടെ അനുമോൾക്ക് വേണ്ടി വർത്തമാനം പറയാനോ അല്ലെങ്കിൽ കൂടെ നിൽക്കാനോ ഒന്നിനും നിന്നില്ല. അതെന്ത് ഏർപ്പാടാ? അപ്പൊ ഇതിൽ നിന്ന് അനുമോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സംഗതി വെറുതെ ഉണ്ടാക്കി കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഞാൻ നന്മമരാ, ഞാൻ ഭയങ്കര ഫുഡ് അടിക്കൽ ഉണ്ടാക്കലാണ്, അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡോമിനേറ്റ് ചെയ്യണം കിച്ചണിൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടുള്ള പരിപാടിയായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാർ കാല് വാരിക്കൊണ്ടേയിരിക്കും. ഇതിൽ ഞാൻ കംപ്ലീറ്റ്ലി അനുമോളെ കുറ്റം പറയല്ല. ബട്ട് എനിക്ക് എന്താ പറയുക, അവരോട് വിരോധമോ പരിപാടികളോ ഒന്നുമില്ല. പക്ഷെ അവരായിട്ട് തന്നെ കയറി പിടിക്കുന്ന വള്ളികളാണ് ഇതൊക്കെ. എന്തിനാണ് ഈ വള്ളി പിടിക്കണേ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, കയറി പിടിച്ചു. അവസാനം ഒരൊറ്റ, എന്നാ പിന്നെ നിൽക്കണം. നമ്മൾ എന്ത് കുരുത്തക്കേടോ അതിൻ്റെ അകത്ത് കാട്ടാ, അല്ലെങ്കിൽ നമുക്ക് ആരുടെ സമ്മതം ചോദിക്കേണ്ട, അതിൻ്റെ അകത്ത് എന്തും ചെയ്യാം. പക്ഷെ അത് ചെയ്യണ സമയത്ത് നമുക്ക് ആൾബലം ഉണ്ടാവണം, നമ്മുടെ കൂടെ നിൽക്കാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ളൊരു ആൾക്കാരെ ഉണ്ടാക്കി വെക്കണം. അതില്ലല്ലോ. അനുമോൾക്ക് ഓൾറെഡി അറിയാം സംഗതി ഇതിൻ്റെ അകത്ത് എല്ലാം എൻ്റെ പടലേക്ക് വരും എന്നുള്ളത് അറിയാം. പക്ഷെ അത് മനസ്സിലാക്കാതെ ഇവരുടെ വാക്കം കേട്ട് എന്താ പറയാ, അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അവസാനം ആര്യനോ അക്ബറോ ഒന്നും ഇവർക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞതുമില്ല, കൂടെ നിന്നതുമില്ല. അവസാനം നെവിൻ അനുമോളെ ഇട്ട് അലക്കി അങ്ങ് വിട്ടിട്ടങ്ങ് പോയി. ഇതല്ലേ സംഭവിച്ചേ? അതില് എനിക്ക് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നിയത്. കാരണം പറഞ്ഞ അലമ്പാവണടോ, അതാണ് ഞാൻ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കാണുമ്പോൾ നമുക്ക് പറ്റണ്ടേ ഇത് കണ്ടു തീർക്കാൻ. അപ്പൊ ഈ നെവിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നെവിൻ സംഗതി എന്റർടൈനർ ഒക്കെ തന്നെയാണ്, അല്ലാതൊന്നും ഞാൻ പറയില്ല. എന്റർടൈൻമെന്റ് ഒക്കെ ആക്ച്വലി ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ നെവിനെ എന്റർടൈനർ ആണെന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങ് അയ്യോടാ മുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ സംഭവമാക്കി മാറ്റുമൊന്നും വേണ്ട. എന്റർടൈനർ അവിടെ ഇരിക്കട്ടെ, അത് അംഗീകരിക്കുക. പക്ഷെ അയാൾ ചെയ്യുന്നത് എല്ലാ കാര്യത്തെയും അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ? അയാൾ ചെയ്യുന്നത് ചില കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അയാൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യമാണ്. അയാൾ പരിധി ലംഘിക്കുന്നുണ്ട്, പരിധി നല്ല രീതിയിൽ ലംഘിക്കുന്നുണ്ട്. ഈ അനിമോളുടെ എഗെയിൻസ്റ്റ് ഗെയിം കളിച്ചോട്ടെ, ടാർഗറ്റ് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഗെയിം ഷോ ആണല്ലോ, കണ്ടസ്റ്റന്റ് ആണല്ലോ, കളിച്ചോട്ടെ. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കണം നമുക്കാണെങ്കിലും അത് ഗെയിമാണ്. എന്താ പറയാ, അവര് കളിക്കുകയാണ്, അവര് അനിമോളുടെ എഗെയിൻസ്റ്റ് ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണ്, അത് ആ രീതിയിൽ തോന്നണം. ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ മീ, എനിക്കത് ഗെയിം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി നെവിൻ അനുമോളോട് കാണിക്കുന്ന ഒരു പരിപാടി പേഴ്സണൽ ഗ്രഡ്ജിന്റെ അങ്ങേയറ്റം. ഇപ്പൊ അനുമോളോട് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി, അനുമോളും കണക്കാണ്, ഇല്ലെന്നല്ല, അനുമോളും അങ്ങോട്ടും കണക്കുണ പറയുന്നുണ്ട് നെവിൻ. പക്ഷെ ഇവിടെ അനുമോളുടെ കാര്യം കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, അനുമോളുടെ കാര്യങ്ങൾ ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട്. ബട്ട് നെവിന്റെ കേസിൽ വെറുതെ എന്റർടൈനർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങ് തള്ളിക്കളഞ്ഞ് ലഘൂകരിക്കുന്നുണ്ട്. അങ്ങനെ നെവിന്റെ കേസിൽ ലഘൂകരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നെവിന്റെ കേസ് പറയുമ്പോഴാണെങ്കിലും ആഞ്ഞടിച്ച് പറയണം, ആ ചെക്കൻ തന്നെ ഞാൻ പറയും, ആ ചെക്കൻ പരിധി ലംഘിക്കുന്നുണ്ട്. ആ ചെക്കൻ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, യക്ഷി, ഭൂതന, മറ്റേ
പല തരത്തിലുള്ള ഭാഷകൾ, പല തരത്തിലുള്ള പല രീതിയിൽ അനുമോള് തൊട്ടാലും പിടിച്ചാലും മുക്കിയാലും മൂളിയാലും എന്തിനും ഏതിനും അവരുടെ മെക്കട്ടയ്ക്ക് ഒരു ലെവൽ വിട്ട് കയറുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. ഗെയിം ആണെങ്കിൽ ഓക്കെ, ഗെയിം എന്നുള്ള രീതിയിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ ടാർഗറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷേ അത് അംഗീകരിച്ച് ഇങ്ങനെ വരുമ്പോൾ അതുക്കും മേലെ നെവിൻ ഓവർ ഡൂ ചെയ്യുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതിനെ ബുള്ളിങ് ആയിട്ട് മാത്രമേ ആക്ച്വലി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫോർ മീ, യാ, ദർ മൈറ്റ് ബി എന്താ പറയുക, ഹ്യൂജ് പി ആർ ഫോർ അനുമോൾ. ബട്ട് ഹിയർ I point out Nevin as he is one of the best PR for Animal. കാര്യം എന്താ സംഭവം, ഇവൻ ബുള്ളി ചെയ്ത് പുറകെ നടന്ന് ഒട്ടേനും പിടിച്ചതിനൊക്കെ കാണാൻ ഗുണമെന്നുള്ളത് ഇവരുടെ മെക്കട്ടേക്ക് കയറി നെവിൻ എന്ത് പുല്ലാണ് കാണിക്കുന്നതിന് വയ്യേ എന്നുള്ള രീതിയിൽ പറയുന്ന ലെവലിലേക്കും അനുമോൾക്ക് സിമ്പതി ഉണ്ടാക്കാനുള്ള സാധ്യത ചങ്ങാതി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നെന്താ ഉണ്ടായത്? രാത്രി ഇവനാണ് ആ പാത്രത്തിൽ നിന്ന് തട്ടിവിട്ടത്. അത് അറിയാണ്ട തട്ടിയതാണെന്നുണ്ടെങ്കിലും എന്ത് പുല്ലാണെങ്കിലും ഇവൻ ഈ പുറകെ പോയിട്ട് എന്താ പറയുക, പുറകെ പോയിട്ട് ബഹളം വെപ്പും മറ്റതും മറച്ചതും ഒക്കെ ആയിട്ടാണ് അവരുടെ കയ്യിലിരിക്കുന്ന ഫുഡ് താഴെ പോയെ. ഫുഡ് ഓരോരുത്തൻ അവിടെ കാണിച്ച പ്രവർത്തിയെ പറഞ്ഞ ശരി, അനുമോളെ പറയാം, അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അവിടെ നെവിനി കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി, പരിധി കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിനെ അതിൻ്റെ അകത്ത് ആരെങ്കിലും പറയുന്നുണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ വലിയ ഗെയിമേഴ്സ് ഒന്നുമല്ല അതിൻ്റെ അകത്തുള്ള ആരും എല്ലാം കണക്കാ, എല്ലാം ഷോകാണ് എന്നേ ഞാൻ പറയുള്ളൂ. ആരും ബെസ്റ്റ് ഗെയിമേഴ്സ് ഒന്നും നമുക്ക് ഇവിടെ പറയാൻ ആക്ച്വലി ഇല്ല. എല്ലാം ഒരേ അളവുക്ക് ഇതാ പോറെ. പിന്നെ തമ്മിൽ തൊമ്മെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പറയാന്നല്ലാണ്ട് ഇതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഗെയിം കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുള്ള പരിപാടി എല്ലാരും ചെയ്യണ്ടേ? ഇതിൻ്റെ അകത്ത് എന്താണ് ഇവിടെ നെവിന് ഇത്രയും പരിഗണന കിട്ടുന്നത്? എല്ലാവരും ഈ അനുമോളുടെ മെക്കെട്ട് കയറുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്ന പരിപാടി എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയത് സപ്പോർട്ട് ചെയ്യും. വിമർശിക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിമർശിക്കും. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരാളെ എല്ലാ കാര്യത്തിലും താങ്ങിക്കൊണ്ടിരിക്കത്തുമില്ല. എല്ലാവരും എല്ലാ രീതിയിലും എന്താ പറയുക വിമർശിച്ചുകൊണ്ടിരിക്കത്തുമില്ല. ന്യായം പോലെ തോന്നിയത് പറയണം. എനിക്ക് അങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നെവിനെ വെറുതെ വിടാതെ സംസാരിക്കുന്നത്. നെവിന്റെ പോക്കും അത്ര നൈസ് ഒന്നുമല്ല. നെവിൻ പുറത്താവണം ഈ ആഴ്ച ഒന്നും ഞാൻ പറയില്ല. ബിക്കോസ് ഹീസ് ഓൾസോ എ ഗുഡ് കണ്ടസ്റ്റന്റ് റൈറ്റ് നൗ. ഹീസ് എന്താ റിയലി വെരി ആക്റ്റീവ് ഇൻ ദ ഹൗസ് ആൻഡ് കളിക്കട്ടെ. പക്ഷെ അതിര് വിടുത്, റൊമ്പ അതിര് വിട്ട് പോകരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. ഞാൻ വീണ്ടും പറയണം, അനുമോളെയും നമ്മൾ പറയും. നെവിന്റെ കേസ് ഞാൻ ഇവിടെ പറയാൻ കാരണം എല്ലാവരും അയാളെ എന്റർടൈനർ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുക. അത് മാത്രം പോരല്ലട കൂട്ടാ. അണ്ണം പണ്ടതും നല്ലതല്ലേ, കളിച്ചോട്ടെ, ടാർഗറ്റ് ചെയ്തോട്ടെ, എന്തോ പറഞ്ഞോട്ടെ. പക്ഷെ അതൊക്കെ മേലെ പോകുന്നുണ്ട്. ഇവിടെ അക്ബറിന്റെ കേസ് ഞാൻ അതാ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആരെങ്കിലും അനുമോൾക്ക് എഗെയിൻസ്റ്റ് സംസാരിച്ചാൽ, അനുമോൾക്ക് എഗെയിൻസ്റ്റ് പറഞ്ഞാൽ അവിടെ കയറിയിട്ട് അക്ബറും കയറി തൂങ്ങിയിട്ട് അങ്ങ് പറയും. അതെന്തിനാണ്? അക്ബർ പോയിരിക്കുന്നത് അക്ബറിന് വേണ്ടി കളിക്കാനല്ലേ? അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി കളിക്കാനാണോ പോയിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാം കണക്കാ. ശരി എന്നാ. ഇപ്പൊ പി ആർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുവോ? ഇവിടെ ബുള്ളി എന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളതേ, രണ്ടാമത്തെ സീസണിൽ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ അറിയാം. ഞാൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എക്സ്ട്രീം ലെവല് പണിയിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാൻ ചെയ്യണ ചെയ്ത്ത് കുറെ ആൾക്കാരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നമ്മളത് റിയലൈസ് ചെയ്തിട്ട് അന്തളവുക്ക് പണ്ണണത് നിർത്തിയതാണ്. പക്ഷെയാണ് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇപ്പൊക്കെ നമ്മൾ ലഘുവായിട്ടാണ് പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണേ. അപ്പൊ പലർക്കും പല വി ആറും ഒക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ അഭിപ്രായം പറയുന്ന സമയത്ത് മെക്കട്ടെങ്ങാനും കയറാൻ വന്നാലേ കമന്റ് ബോക്സിൽ തൂറിയിട്ടും തുപ്പിയിട്ടും പോണെങ്കിൽ പോയിക്കോ. അല്ലാതെ ഒരു പരിധി വിട്ടിട്ട് മെക്കട്ടെങ്ങാനും കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞാണ്ടല്ലോ അത് വേറെ രീതിയായിരിക്കും.
നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ശരി എന്നാ.